അങ്ങനെ ആ വാർത്തയും വന്നു. ഗാസയിൽ ഹമാസിൻ്റെ അവസാനത്തെ തുരുത്തായ ജബാലിയയും വീണു. ഇനി എന്താണ്? അതായത് യുദ്ധത്തിൽ നമ്മൾ ഓരോരോ പ്രധാനപ്പെട്ട സ്ഥലം വീണു എന്ന് പറയുമ്പോൾ നിർണായക പ്രാധാന്യം ഉള്ള വാർത്തകളാണത്. ലാഹോർ വീണു, ചിറ്റഗോങ് നമ്മൾ പിടിച്ചു, കറാച്ചി തുറമുഖം പിടിച്ചു എന്നൊക്കെ കറാച്ചി കത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഈ അവസാനത്തെ കോട്ട. അതായത് ഗാസയിൽ ഹമാസിന്റെ അവസാനത്തെ കോട്ട ജബാലിയ. ഈ ഓപ്പറേഷൻ 1 മാസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ജബാലിയ ശരിക്കൊരു ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ ആ വ്യാജേന പ്രവർത്തിക്കുന്ന വളരെ വിപുലമായ ഒരു സ്ഥലമാണ്. ഈജിപ്തിനോട് അതിര് ചേർന്ന് കിടക്കുന്ന സ്ഥലമൊക്കെയാണ്. അപ്പൊ ജബാലിയ ഒരിക്കലും വളയുമെന്നോ അത് പിടിച്ചടക്കുമോ എന്നും സ്വപ്നത്തിൽ പോലും ഈ ഹമാസ് കരുതിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. കാരണം അത്രയും ഭീകരന്മാർ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തൊരു അതായത് വിമാനത്തിൽ കൊണ്ടുപോയി ബോംബിടുന്നതല്ലോ ഇത്. അല്ല, അവിടെ മറ്റൊന്നുകൂടിയുണ്ട്. ജബാലിയയിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ച് അവരെ കവചങ്ങളാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിന് ആക്രമിച്ച് കയറാൻ ബുദ്ധിമുട്ടുണ്ടായത്. വലിയ പ്രയാസം വന്നു ഇതിൻ്റെ അകത്തേക്ക്. ഒരു മാസത്തോളം ഈ കുറേശ്ശെ ഓപ്പറേഷൻ നടത്തി മധ്യഭാഗത്തൊത്ത് എത്തി, പിന്നെ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുന്ന എന്താണെന്ന് വെച്ചാൽ കവചങ്ങളാക്കി വെച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു സാധാരണ പൗരൻ ശ്രമിക്കുകയാണെങ്കിലും അയാളുടെ കാലിലൊക്കെ വെടിവെക്കുക ഈ ഹമാസ് ഭീകരര്. അങ്ങനെ ജബാലിയയിൽ ഇത് നടക്കുകയായിരുന്നു. ഇപ്പോൾ IDFന്റെ 162ാം ഡിവിഷൻ അതായിരുന്നു ഈ ഓപ്പറേഷൻ ഏൽപ്പിച്ചിരുന്നത്. അവർ ഈ വടക്കൻ ഗാസ സ്ട്രിപ്പിൽ ഇത് വീണ് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഒരു 2000-ഓളം പേര് ഉന്മൂലനം ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ. അത്രയും പേര് കീഴടങ്ങി. ഞാൻ ആ വാചകമാണ് ഉണ്ടോ എന്ന് നോക്കിയത്. ബാക്കിയുള്ളവര് അതോ അവരും ഫൈറ്റ് ചെയ്യണമെന്ന്. ബാക്കിയുള്ളവരും കീഴടങ്ങി. എത്ര പേരെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും തന്നെ സംഖ്യ ഉന്മൂലനം ചെയ്യപ്പെട്ട 2000-ന്റെ അത്രയും തന്നെ 2000-ഓളം ഹമാസ് ഭീകരന്മാർ കീഴടങ്ങി എന്നതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കീഴടങ്ങിയത് കൊണ്ട് ഇനി മറ്റേ ബന്ദികളുടെ ചർച്ചകളിലേക്ക് ഇനി കടക്കാൻ. ബന്ദികളുടെ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു. ചില ബന്ദികളെ സിറിയയിലേക്ക് കടത്തിയെന്ന്. ഈ ജബാലിയയിൽ നിന്ന് ജോർദാനിലേക്ക് ഈജിപ്തിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ നിന്ന് അപ്പോൾ ഒരുപക്ഷെ ബന്ദികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ജബാലിയ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഈജിപ്തിലെ ഏതെങ്കിലും കേന്ദ്രത്തിൽ കൊണ്ടുപോയിരിക്കാം. അതുണ്ടാവാം. മറ്റിടത്ത് ഇസ്ലാമിക് ജിഹാദ് അവരാണ് വീഡിയോ റഷ്യൻ ജൂവിൻ്റെ ഒരു വീഡിയോ പുറത്തുവിട്ടത്. ഇസ്ലാമിക് ജിഹാദാണ്. അപ്പൊ സിറിയ ഒരു സംശയം ഉള്ള സ്ഥലമാണ്. സിറിയയിൽ എന്തുകൊണ്ട് ഇസ്രയേൽ ഈ ആക്രമണം നടത്തുന്നു സംസാരിച്ചതാണ്. വെറുതെ അവിടെ ഹിസ്ബുല്ല നേതാക്കളുള്ളത് കൊണ്ടോ ഇസ്ലാമിക് ജിഹാദ് നേതാക്കളുള്ളത് മാത്രമല്ലല്ലോ ഈ വീഡിയോ വന്നല്ലോ. അപ്പോൾ ബന്ദികൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ്. ഒരു സൂചന ബന്ദികളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇരട്ടി ആക്കി ഇന്നലെ നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിവരം കൊടുക്കുന്നത് ബന്ദികളെ പറ്റി എന്തെങ്കിലും വിവരം കൊടുക്കുന്നവർക്ക് 10 ലക്ഷം അവരുടെ കറൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ആയിരുന്നത് 10 ആക്കി ഇന്നലെ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ബന്ദികളിലേക്ക് കിടക്കുകയാണ്. ബാക്കി ഓപ്പറേഷനുകൾ ഗാസ, ലെബനനിലും ഏതാണ്ടൊക്കെ വൃത്തിയായി. കള പറിച്ചു കഴിഞ്ഞു. അതെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് ജബാലിയ വളഞ്ഞു ഈ 162ാം ഡിവിഷൻ. എന്നിട്ട് ഹമാസ് ഭീകരർക്കും ഗാസ നഗരത്തിനും ഇടയ്ക്ക് ഒരു മതിൽ തീർത്തു പട്ടാളത്തിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ എന്തെങ്കിലും ഓപ്പറേഷൻ നടത്താവുന്നത് ഈജിപ്തിനാണ് എന്നുള്ള അവസ്ഥ വന്നു. ഈജിപ്ത് ഇടപെടില്ലല്ലോ ഇത്തരം ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഗാസ നഗരത്തിൽ നിന്ന് ജബാലിയെ വേർതിരിച്ചു, ഒറ്റപ്പെടുത്തിയിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ ഭീകരർക്ക് 2 ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ മരണം വരെ പോരാടുക, അല്ലെങ്കിൽ കീഴടങ്ങുക. അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. അപ്പൊ 2000 പേർക്ക് സ്വർഗത്തിൽ പോകണ്ട, ഹൂറികളെ കാണണ്ട. അതെ, അപ്പോൾ ഇത്രയും പേര് കീഴടങ്ങിയിട്ടുണ്ട്. പിന്നെ തെക്കോട്ട് ഈ അതിരുകൾ വഴി
ക്രോസിങ്ങൾ വഴി കുറേ ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിർത്തി കടന്നൊക്കെ പോയിട്ടുണ്ടാവും അപ്പുറത്തേക്ക്. അപ്പോൾ ഇനി ഈ ഹമാസിൻ്റെ കോർ ജിഹാദിസ്റ്റുകൾ അവരെയും കൂടി കൈകാര്യം ചെയ്യുക. അവസാനത്തെ ബുള്ളറ്റ് വരെ ഞങ്ങൾ പോരാടുമെന്ന് പറയുന്ന ഹൂറികളെ കാണാൻ വലിയ ആഗ്രഹമുള്ളവരുണ്ടല്ലോ തീവ്രമായിട്ട്, അവരെ മാത്രമേ കൈകാര്യം ചെയ്യാനുള്ളൂ എന്ന് ഈ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. ബെയ്ത്ത് ലാഹിയയും ജബാലിയയും മോചിപ്പിക്കപ്പെട്ടു എന്ന് പറയാം, ഇസ്രയേലിൻ്റെ കയ്യിലായി. ഇനി ഇസ്രയേൽ കൊണ്ടുവന്ന് ജൂതന്മാരെ അവിടെ സെറ്റിൽ ചെയ്യിക്കുന്ന പരിപാടി നടക്കുക. അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന സാധനം ചെറിയ വെസ്റ്റ് ബാങ്ക് മാത്രമായി. അതായത് യാഹ്യ സിൻവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ യാഹ്യ സിൻവറിൻ്റെ ചിത്രം വെച്ചിട്ട് വിമാനങ്ങളിൽ ലഘുലേഖകൾ ഇവിടെ വിതരണം ചെയ്തിരുന്നു ഈ പ്രദേശങ്ങളിൽ. അന്ന് മുതൽ സെപ്റ്റംബർ മുതൽ നിങ്ങളെല്ലാവരും ഒഴിഞ്ഞു പോകണം, പിന്നെ നിങ്ങൾക്ക് സുരക്ഷിതമായി പാസേജ് ഞങ്ങൾ ഉണ്ടാക്കാം, മര്യാദയ്ക്ക് പലായനം ചെയ്തവർ. ഇത് പൗരന്മാരോടാണ് പറയുന്നത്, ഹമാസിനോടും ഭീകരന്മാരോടും അല്ല. അങ്ങനെ കുറേ പൗരന്മാർ പോയിട്ടുണ്ടാവും. ജബാലിയയിൽ ചെന്നിട്ട് പൗരന്മാരെയും ഭീകരരെയും രണ്ടായിട്ട് മാറ്റി നിർത്തുകയാണ് ആദ്യം ചെയ്തത്. അതിന് വലിയ ശ്രമങ്ങളുണ്ടായിരുന്നു. തുടർന്നുള്ള ഭാഗത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രയാസപ്പെട്ട ആ ഭാഗം കൂടി ശുദ്ധീകരിക്കപ്പെട്ടു. നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് മറ്റേ ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് പട്ടാളം പോകുന്ന പ്രശ്നമേ ഇല്ല. ഇനി ജബാലിയയിൽ നിന്നും പട്ടാളം പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു യുദ്ധത്തിൽ അത് സാധ്യവുമല്ല. അപ്പോൾ വെടിനിർത്തൽ ചർച്ച എപ്പോഴും നടക്കുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെടിനിർത്താം, അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ സ്ഥലങ്ങൾ തെക്കൻ ലെബനൻ, ഗോലാൻ കുന്നൊക്കെ 2006 യുദ്ധത്തിൽ ഗോലാൻ കുന്ന് കീഴടക്കി കൈവശം വെച്ചല്ലോ. അതിനു മുമ്പ് ഈസ്റ്റ് ജെറുസലേം ഇതൊക്കെ കയ്യിൽ വെച്ചില്ലേ എന്ന് പറയുന്ന പോലെ. ഇനി നെതന്യാഹു വളരെ ക്ലിയർ ആയി പറഞ്ഞല്ലോ, ഇനി ഇസ്രയേലിൻ്റെ അകത്ത് വേറൊരു രാജ്യം അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ഗാസ വന്ന് കിടക്കുന്നതിനകത്താണ്. അതെ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ കുറേ പ്രദേശങ്ങളും കൂടി കയ്യിലേക്ക് വന്നു. തെക്കൻ ലെബനൻ, വടക്കൻ ഇസ്രയേലിൻ്റെ കൂടെ തെക്കൻ ലെബനൻ കിട്ടുന്നു. ലിറ്റനി പുഴയുടെ ഇപ്പുറത്ത് ഈ ജബലിയ തുടങ്ങി ഗാസയുടെ അപ്പുറത്തേക്കും ഒക്കെ വടക്ക് ആ സ്ഥലങ്ങളും കൂടിയൊക്കെ അങ്ങനെ പതുക്കെ ഈജിപ്തിന്റെ അതിർത്തിയും കൂടി കിട്ടുന്നു. പതുക്കെ വിശാല ഇസ്രയേൽ എന്ന സ്വപ്നം സാഫല്യത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ മൊസാദിൻ്റെ ചീഫ് ഡേവിഡ് ബാർണിയ, ഷിൻബത്തിൻ്റെ ചീഫ് റോണൻ ബ്രാർ, പിന്നെ പട്ടാള മേധാവികൾ ഇവരെല്ലാവരും കൂടി ഈ ബന്ദികളുടെ കാര്യത്തിലൊരു നീക്കുപോക്കിന് ചർച്ചകളിലേക്ക് കയറും എന്നാണ് ഈ റിപ്പോർട്ട്. ഏതായാലും യുദ്ധം അവസാനിക്കട്ടെ, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇസ്രായേലിൻ്റെ പക്ഷത്താണ്. കാരണം ഇത് ആവശ്യമില്ലാതെ വരുത്തിക്കൂട്ടി കാലങ്ങളായി ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ഈ ഹമാസ് കാട്ടിയത് പ്രതിരോധമാണെന്ന് പറയുന്നത് യോജിക്കാനാവില്ല. അവിടെ നിന്ന് നിരപരാധികളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ട് എന്ത് പ്രതിരോധമാണ്? കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടി എന്ത് പ്രതിരോധമാണ്? 4 തോക്കെടുത്ത് ഇസ്രായേലി പട്ടാളക്കാർക്ക് നേരെ വെടിവെച്ചിരുന്നെങ്കിൽ അത് പ്രതിരോധമാണെന്ന് നമ്മൾ കരുതിയാണ്. അപ്പോൾ അത്തരം ഒരു ഭീകരമായ ഒരു ഭീകരാക്രമണം നടത്തിയ ഇതിൻ്റെ ഫലം അവരനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത് ഈ ഹിസ്ബുല്ല എന്ന് പറയുന്നത് അവരുടെ പട്ടാളത്തിൻ്റെ സൃഷ്ടിയായിരുന്നു, ഇറാൻ്റെ. ഇവരാണെങ്കിൽ സുന്നികളാണ്. ഈ ഹമാസ് ഷിയ മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ സ്വന്തം നിലയ്ക്കൊന്നുമല്ലായിരുന്നു. ഉപജീവന മാർഗം ഈ ഭീകരതയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഭീകരതയെ പിന്തുണയ്ക്കാനും ഇവിടെ കുറെ ആളുകൾ. ഭീകരത ലോകത്ത് എവിടെയും ആപത്താണ്, അതിനെ തുടച്ചു നീക്കുക തന്നെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.